ശ്രീനാരായണ ഗുരുദേവ കൃതി ബാഹുലേയ അഷ്ടകം ലഘു വ്യാഖ്യാനം. 8 സംസ്കൃത പദ്യങ്ങളുള്ള സുബ്രഹ്മണ്യ സ്തുതിയാണ് ബാഹുലേയ അഷ്ടകം. ഒന്നിലധികം അമ്മമാരാൽ പാലൂട്ടി വളർത്തപ്പെട്ടതുകൊണ്ടാണ് സുബ്രഹ്മണ്യന് ബാഹുലേയൻ എന്ന പേരുണ്ടായത്. ബഹുലകളുടെ മകൻ ബാഹുലേയൻ. മന്ത്രരൂപത്തിലാണ് ഈ കൃതിയുടെ രചന. രോഗങ്ങളും ബാധോപദ്രവങ്ങളുമൊക്കെ അകറ്റാൻ ഈ സുബ്രഹ്മണ്യ മന്ത്രം പ്രയോഗിച്ചിരുന്നു. മന്ത്രോച്ചാരണത്തിൽ ഏകാഗ്രതയും ശക്തിയും വർദ്ധിക്കാനാണ് ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ആവർത്തിച്ചിരിക്കുന്നത്. ഈ ധ്വനികളെല്ലാം കുണ്ടലിനി പ്രാണപ്രസര വേളയിൽ ഒരു യോഗിക്ക് ആധാരചക്രങ്ങളിൽ അനാഹത ധ്വനികളായി മുഴങ്ങി അനുഭവപ്പെടാവുന്നതാണ്. മന്ത്രശക്തി വർദ്ധിപ്പിക്കാൻ ഈ ധ്വനികൾക്ക് അസാധാരണമായ കഴിവുണ്ട്. ഈ സ്തോത്രം കൊണ്ട് സുബ്രഹ്മണ്യനെ ഉപാസിച്ച് പ്രത്യക്ഷം ആക്കാവുന്നതാണ്. ശ്ലോകം 1. ഓം 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 ഹോമധൂമ പ്രകടതടജടാകോടി ഭോഗി പ്രപൂരം അം 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 ആദിദേയ പ്രണതപദയുഗാംഭോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിതവപൂർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീഘ്രചിത്രഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം. ഓം 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 സാക്ഷാത് ബ്രഹ്മസ്വരൂപനും ഹോമധൂമ പ്രകടതടജടാ കോടിഭോഗി പ്രപൂരം. ഹോമാഗ്നിയിൽ നിന്നുള്ള ധൂമങ്ങൾ പോലെ പ്രകടരൂപം കൈക്കൊണ്ടിരിക്കുന്ന ജടകളുടെ അഗ്രങ്ങളിൽ പാമ്പിൻ കൂട്ടത്തെ അണിഞ്ഞിരിക്കുന്നവനും അം 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 സാക്ഷാത് വിഷ്ണുരൂപനും ആതിഥേയ പ്രണതപദയുഗാംഭോരുഹ ശ്രീവിലാസം. ദേവന്മാരാൽ കുമ്പിട്ടു കൂപ്പുന്ന 2 കാൽ താമരകളുടെ കാന്തി പരത്തി വിളങ്ങുന്നവനും സാക്ഷാത് ശിവസ്വരൂപനും ഉഗ്രനേത്രത്രയലസിതവപൂർ ജ്യോതിരാനന്ദരൂപം. ഉഗ്രങ്ങളായ 3 കണ്ണുകളോട് കൂടിയ ദേഹത്തിൽ നിന്നു പ്രകാശം ചൊരിഞ്ഞ് ആനന്ദ സ്വരൂപനായി വർത്തിക്കുന്നവനും ശ്രീം 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 സാക്ഷാത് ശക്തി സ്വരൂപനും ശീഘ്രചിത്തഭ്രമഹരം ചിത്തത്തിൻ്റെ സംസാര വിഭ്രമം അതിവേഗം ശമിപ്പിക്കുന്നവനുമായ ബാഹുലേയം സുബ്രഹ്മണ്യ ഭഗവാനെ അനിശ്യം ഭാവയെ ഞാൻ ഉള്ളിൽ സദാ ഭാവന ചെയ്യുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് മനസ്സിലാക്കാം. സാക്ഷാത് ബ്രഹ്മസ്വരൂപനും ഹോമാഗ്നിയിൽ നിന്നുള്ള ധൂമങ്ങൾ പോലെ പ്രകടരൂപം കൈക്കൊണ്ടിരിക്കുന്ന ജടകളുടെ അഗ്രത്തിൽ പാമ്പിൻ കൂട്ടത്തെ അണിഞ്ഞിരിക്കുന്നവനും സാക്ഷാത് വിഷ്ണുരൂപനും ദേവന്മാർ കുമ്പിട്ടു കൂപ്പുന്ന 2 കാൽ താമരകളുടെയും കാന്തി പരത്തി വിളങ്ങുന്നവനും സാക്ഷാത് ശിവസ്വരൂപനും ഉഗ്രങ്ങളായ 3 കണ്ണുകളോട് കൂടിയ ദേഹത്തിൽ നിന്നും പ്രകാശം ചൊരിഞ്ഞ് ആനന്ദ സ്വരൂപനായി വർത്തിക്കുന്നവനും സാക്ഷാത് ശക്തി സ്വരൂപനും ചിത്തത്തിൻ്റെ സംസാര വിഭ്രമം അതിവേഗം ശമിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യ ഭഗവാനെ ഞാൻ ഉള്ളിൽ സദാ ഭാവന ചെയ്യുന്നു.
ഭാവയേ ബാഹുലേയം. ഓംകാരം ബ്രഹ്മമാണ്. ആ വിഷ്ണുവും ഉ ശിവനും ശ്രീ ശക്തിയുമാണ്. ഇഷ്ടദേവനെ തന്നെ ബ്രഹ്മമായും വിഷ്ണുവായും ശിവനായും ശക്തിയായും പ്രകീർത്തിച്ചിരിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണല്ലോ ഇഷ്ടദേവൻ. രാഗാദി ക്ലേശങ്ങളെല്ലാം ചിത്തത്തിൻ്റെ സംസാരഭ്രമങ്ങളാണ്. സുബ്രഹ്മണ്യനെ ഭാവന ചെയ്തുറപ്പിച്ചാൽ തനിക്കും തന്നോട് ബന്ധപ്പെട്ടവർക്കുമുള്ള അത്തരം ഭ്രമങ്ങളൊക്കെ അതിവേഗം മാറിക്കിട്ടുന്നതാണ്. അടുത്ത ശ്ലോകം 2. ഹ്രീം 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 ഹൃഷ്ടഷട്കന്ധരമഹമരണാരണ്യ സംവർത്തവഗ്നി ഐം 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 ഐംകുതി സത്ഫല മൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമദവഹ ദഹന ക്ലേശനിർമൂലനാശം സൗം 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 സൗരകാന്തി പ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഈ പദ്യത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം ഇപ്രകാരമാണ്. ഹ്രീം ഹ്രീം ഹ്രീം. ഹ്രീം ഹ്രീം എന്ന മുഴക്കത്തോടു കൂടിയവനും ഹൃഷ്ടഷട്കന്ധരം സന്തോഷം നിറഞ്ഞ 6 മുഖങ്ങളോട് കൂടിയവനും അഖമരണാരണ്യ സംവർത്തവഗ്നി പാപം ചെയ്തു മരിച്ചു ജനിക്കുന്ന സംസാര കൊടുങ്കാടിന് പ്രളയാഗ്നിയായിട്ടുള്ളവനും ഐം 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 എന്ന് മുഴങ്ങുന്നവനും ഐംകുതി സത്ഫല മൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം ഓടൽപ്പഴം പാകത്തിന് ചേർത്തുണ്ടാക്കിയ അന്നം ഭക്ഷിക്കുന്ന യോഗീന്ദ്രന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ക്ലീം 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 എന്ന് മുഴങ്ങുന്നവനും കായക്ലമദവദഹനം ശരീരക്ലേശത്തിന് കാട്ടുതീയായിട്ടുള്ളവനും ക്ലേശനിർമൂലനാശം സംസാരക്ലേശത്തെ വേരോട് പിഴുതെറിയുന്നവനും സൗം 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 സൗ സൗ എന്ന് മുഴങ്ങുന്നവനും സൗരകാന്തി പ്രമഹരം സംസാരം എന്ന മരുമരീചികാഭ്രമത്തെ അകറ്റുന്നവനുമായ ബാഹുലേയം സുബ്രഹ്മണ്യനെ അനിശം ഭാവയേ ഞാൻ സദാ ഭാവന ചെയ്യുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് മനസ്സിലാക്കാം. ഹ്രീം ഹ്രീം എന്ന മുഴക്കത്തോടു കൂടിയവനും സന്തോഷം നിറഞ്ഞ 6 മുഖങ്ങളോട് കൂടിയവനും പാപം ചെയ്ത് ജനിച്ചു മരിക്കുന്ന സംസാര കൊടുങ്കാട്ടിന് പ്രളയാഗ്നിയായിട്ടുള്ളവനും ഐം ഐം എന്ന് മുഴങ്ങുന്നവനും ഓടൽപ്പഴം പാകത്തിന് ചേർത്തുണ്ടാക്കിയ അന്നം ഭക്ഷിക്കുന്ന യോഗീന്ദ്രന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ക്ലീം ക്ലീം എന്ന് മുഴങ്ങുന്നവനും ശരീരക്ലേശത്തിന് കാട്ടുതീയായിട്ടുള്ളവനും സംസാരക്ലേശത്തെ വേരോട് പിഴുതെറിയുന്നവനും സൗ സൗ എന്ന് മുഴങ്ങുന്നവനും സംസാരമെന്ന മരുമരീചിക ഭ്രമത്തെ അകറ്റുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ സദാ ഭാവന ചെയ്യുന്നു. ഭാവയേ ബാഹുലേയം. ഇഷ്ടദേവൻ ബ്രഹ്മത്തിൻ്റെയും ത്രിമൂർത്തികളുടെയും പ്രതിനിധിയായിരിക്കുന്നത് പോലെ പ്രാണൻ്റെയും പ്രതിനിധിയാണ്. അതാണ് ബാഹുലേയനെ ഹ്രീം ഹ്രീം എന്ന് ഇത്യാദി അക്ഷരസ്വരൂപനായി വിവരിക്കുന്നത്. കുണ്ടലിനി പ്രാണപ്രസരത്തോടെ ആധാരചക്രങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ധ്വനിവിശേഷങ്ങളാണ് ഇവയെല്ലാം. ഇത്തരം അനാഹത ധ്വനി ശ്രവണം മനസ്സിനെ ലയിപ്പിച്ച് എല്ലാ സംസാര ക്ലേശങ്ങളിൽ നിന്നും
മോചിപ്പിക്കുന്നു. അതാണ് ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. സുബ്രഹ്മണ്യ ഭാവന ഉറച്ചാൽ ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. അടുത്ത ശ്ലോകം 3. ശം 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 ശബ്ദരൂപം ശശിധരമമലം ശങ്കരം സാംബമൂർത്തിം ശിം 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 ശിഷ്ടവന്ധ്യം ശിഖരിനിലയനം ശിക്ഷിതാനേകലോകം ശും 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 സുപ്രഹാസം ശുഭകരമതിസന്ദേഹ സന്തോഹനാശം ശൗം 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 ശൗക്ലിതാംഗം സിതപസിതഗണർ ഭാവേ ബാഹുലേയം. ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം. ശം 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 എന്ന് മുഴങ്ങുന്നവനും ശബ്ദരൂപം ധ്വനിമയനും ശശിധരം ചന്ദ്രശേഖരനും അമലം പരിശുദ്ധ സ്വരൂപനും ശങ്കരം മംഗളം അരുളുന്നവനും സാംബമൂർത്തിയും ദേവിക്കു പകുത്തു നൽകിയ ശരീരത്തോടു കൂടിയവനും ശിം 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 എന്ന് മുഴങ്ങുന്നവനും ശിഷ്ടവന്ധ്യം സജ്ജനങ്ങളാൽ വന്ദിക്കപ്പെടുന്നവനും ശിഖരി നിലയനം കൈലാസവാസിയും ശിക്ഷിതാനേക ലോകം അനേക ലോകങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നവനും ശും 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 എന്ന് മുഴങ്ങുന്നവനും സുപ്രഹാസം ശുദ്ധമായ പുഞ്ചിരിയോട് കൂടിയവനും ശുഭകരമതി സന്ദേഹ സന്തോഹനാശം ശുദ്ധചിത്തന്മാരുടെ സംശയ സമൂഹത്തെ ഒഴിച്ചു മാറ്റുന്നവനും ശൗ 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 എന്ന് മുഴങ്ങുന്നവനും ശൗക്ലിതാംഗം സിതഫസിതഗണേ വെള്ള ഭസ്മം പൂശി വെളുത്ത ശരീരത്തോട് കൂടിയവനുമായ ബാഹുലേയം സുബ്രഹ്മണ്യനെ ഭാവേ ഞാൻ ഭാവന ചെയ്യുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം ശംശം എന്ന് മുഴങ്ങുന്നവനും ധ്വനിമയനും ചന്ദ്രശേഖരനും പരിശുദ്ധ സ്വരൂപനും മംഗളം അരുളുന്നവനും ദേവിക്ക് പകുത്തു നൽകിയ ശരീരത്തോട് കൂടിയവനും ശിം ശിം എന്ന് മുഴങ്ങുന്നവനും സജ്ജനങ്ങളാൽ വന്ദിക്കപ്പെടുന്നവനും കൈലാസവാസിയും അനേക ലോകങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നവനും ശും ശും എന്ന് മുഴങ്ങുന്നവനും ശുദ്ധമായ പുഞ്ചിരിയോട് കൂടിയവനും ശുദ്ധചിത്തന്മാരുടെ സംശയ സമൂഹത്തെ ഒഴിച്ചു മാറ്റുന്നവനും ശൗ ശൗ എന്ന് മുഴങ്ങുന്നവനും വെള്ള ഭസ്മം പൂശി വെളുത്ത ശരീരത്തോടു കൂടിയവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. ശബ്ദരൂപനാണ് സുബ്രഹ്മണ്യൻ എന്നിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ശ്ലോകം 4. രം 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 രമ്യദേഹം രജതഗിരിഗൃഹം രക്തപത്മാംഗ്രിയുഗ്മം റിം 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 റിക്തശോകപ്രകൃതിപരമജംഘാലമാലീനനേത്രം രും 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 രൂക്ഷകായ പ്രതിപടഹനനം രക്തകൗശേയവസ്ത്രം രൗ 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 രൗരവാദിദ്രുതഹരഗുഹരം ഭാവേ ബാഹുലേയം. ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാം. രം രം രം
രം രം എന്നു മുഴങ്ങുന്നവനും രമ്യദേഹം സുന്ദര ശരീരനും രജതഗിരിഗൃഹം വെള്ളിമല വാസനും രക്തപത്മാംഘ്രീയുഗ്മം ചുവന്ന താമര പോലുള്ള കാലടികളോട് കൂടിയവനും റിം 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 എന്നു മുഴങ്ങുന്നവനും റിക്തശോക പ്രകൃതി പരമജങ്കാലം പ്രയോജന ശൂന്യമായ ശോകഭാവത്തിൽ നിന്നും അതിവേഗം ഒഴിഞ്ഞു മാറുന്നവനും ആ നീലനേത്രം ചുറ്റിലും നീല നിറമുള്ള കണ്ണുകളോട് കൂടിയവനും റും 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 എന്ന് മുഴങ്ങുന്നവനും രൂക്ഷകായ പ്രതിപടഹനനം കഠിനദേഹന്മാരായ ശത്രുക്കളെ കൊല്ലാൻ കഴിവുള്ളവനും രക്തകൗശേയ വസ്ത്രം രക്തനിറമുള്ള പട്ടുടുത്തവനും രൗ 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 എന്ന് മുഴങ്ങുന്നവനും രൗരവാദി ദ്രുതഹര കുഹരം രൗരവാദി നരകങ്ങളെ അതിവേഗം ഒഴിവാക്കി നശിപ്പിക്കുന്നവനുമായ ബാഹുലേയം സുബ്രഹ്മണ്യനെ ഭാവേ ഞാൻ ഭാവന ചെയ്യുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് മനസ്സിലാക്കാം. രം രം എന്ന് മുഴങ്ങുന്നവനും സുന്ദര ശരീരനും വെള്ളിമല വാസനും ചുവന്ന താമര പോലുള്ള കാലടികളോട് കൂടിയവനും റിം റിം എന്ന് മുഴങ്ങുന്നവനും പ്രയോജനരഹിതമായ ശോകഭാവത്തിൽ നിന്നും അതിവേഗം ഒഴിഞ്ഞു മാറുന്നവനും ചുറ്റിലും നീലനിറമുള്ള കണ്ണുകളോട് കൂടിയവനും റും റും എന്ന് മുഴങ്ങുന്നവനും കഠിനദേഹന്മാരായ ശത്രുക്കളെ കൊല്ലാൻ കഴിയുന്നവനും രക്തനിറമുള്ള പട്ടുടുത്തവനും രൗ രൗ എന്ന് മുഴങ്ങുന്നവനും രൗരവാദി നരകങ്ങളെ അതിവേഗം ഒഴിവാക്കി നശിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. അടുത്ത ശ്ലോകം 5. ഹം 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 ഹംസയോഗി പ്രവര സുഖകരം ഹസ്തലക്ഷ്മി സമേതം ഹിം 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 ഹീനമാനം ഹിതസുഖവരദം ഹിംസയാപേദഗീലം ഹും 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 ഗൃതിധ്വംസിത രജനീചര ക്രൗര്യ കൗഠല്യമൂർത്തിം ഹൈം 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 ഹൈമകുംഭായതകര സഹജം ഭാവയേ ബാഹുലേയം. ഈ പദ്യത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം: ഹം 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 എന്ന് മുഴങ്ങുന്നവനും ഹംസയോഗി പ്രവര സുഖകരം ബ്രഹ്മനിഷ്ഠരായ യോഗിവര്യന്മാർക്ക് സുഖത്തെ നൽകുന്നവനും ഹസ്തലക്ഷ്മി സമേതം കയ്യിൽ ലോക ഐശ്വര്യം മുഴുവൻ നിറച്ചു വച്ചിരിക്കുന്നവനും ഹിം 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 എന്ന് മുഴങ്ങുന്നവനും ഹീനമാനം അഭിമാനം ഇല്ലാത്തവനും ഹിതസുഖവരദം ഭക്തന്മാർക്ക് സുഖകരമായ വരം നൽകുന്നവനും ഹിംസയാ അപേതകീലം പരദ്രോഹത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആയുധത്തോടു കൂടിയവനും ഹും 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 എന്ന് മുഴങ്ങുന്നവനും ഹും കൃതി ധ്വംസിത രജനീചര ക്രൗര്യ കൗഠല്യമൂർത്തിയും ഹുംകാരം കൊണ്ട് തന്നെ ഒഴിവാക്കപ്പെടുന്ന അസുരന്മാരുടെ ക്രൗര്യ കൗഠല്യങ്ങൾ നിറഞ്ഞ മൂർത്തികളോട് കൂടിയവനും ഹൈം 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 എന്ന് മുഴങ്ങുന്നവനും ഹൈമകുംഭ യതകര സഹജം സ്വർണകുംഭം ധരിച്ച
നീണ്ട കൈയുള്ള ഗണപതിയുടെ സഹോദരനുമായ ബാഹുലേയം സുബ്രഹ്മണ്യനെ ഭാവയെ ഞാൻ ഭാവന ചെയ്യുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം ഹം ഹം എന്ന് മുഴങ്ങുന്നവനും ബ്രഹ്മനിഷ്ഠരായ യോഗിവര്യന്മാർക്ക് സുഖത്തെ നൽകുന്നവനും കയ്യിൽ ലോക ഐശ്വര്യം മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നവനും ഹിം ഹിം എന്ന് മുഴങ്ങുന്നവനും അഭിമാനമില്ലാത്തവനും ഭക്തന്മാർക്ക് സുഖകരമായ വരം നൽകുന്നവനും പരദ്രോഹത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആയുധത്തോടു കൂടിയവനും ഹും ഹും എന്ന് മുഴങ്ങുന്നവനും ഹുംകാരം കൊണ്ട് തന്നെ ഒഴിവാക്കപ്പെടുന്ന അസുരന്മാരുടെ ക്രൗര്യ കൗഠല്യങ്ങൾ നിറഞ്ഞ മൂർത്തികളോട് കൂടിയവനും ഹൈം ഹൈം എന്ന് മുഴങ്ങുന്നവനും സ്വർണകുംഭം ധരിച്ച നീണ്ട കൈയുള്ള ഗണപതിയുടെ സഹോദരനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. അടുത്ത ശ്ലോകം 6. നം 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 നന്ദികേശപ്രവര ഭുജഗ നിർവിഘ്ന കർമ്മ പ്രപഞ്ചം നിം 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 നീലകണ്ഠ പ്രിയസുതമജിതം നിർമ്മലാംഗം നിരീഹം നും 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 നൂത്തനാഭോത്തര നിർഹൃത നിരാലംബ കൈവല്യമൂർത്തി നൗ 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 നാമരൂപാത്മക ജഗദഖിലം ഭാവയേ ബാഹുലേയം. ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാം. നം 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 എന്ന് മുഴങ്ങുന്ന ജ്ഞാനസ്വരൂപിയും നന്ദികേശ പ്രവര ഭുജക നിർവിഘ്ന കർമ്മ പ്രപഞ്ചം നന്ദികേശനോടും ശ്രേഷ്ഠരായ സർപ്പങ്ങളോടും കൂടി നിർവിഘ്നം നടത്തിപ്പോരുന്ന കർമ്മ സമൂഹത്തോട് കൂടിയവനും നിം 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 എന്ന് മുഴങ്ങുന്നവനും നീലകണ്ഠ പ്രിയസുതം ശിവന്റെ പ്രിയപുത്രനും അജിതം ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്തവനും നിർമ്മലാംഗം ശുദ്ധ ശരീരനും നിരീഹം ആഗ്രഹമൊന്നുമില്ലാത്തവനും നും 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 എന്നു മുഴങ്ങുന്നവനും നൂത്തനാഭോത്തര നിർഹൃത നിരാലംബ കൈവല്യമൂർത്തി ഭക്തഹൃദയത്തെ പ്രേരിപ്പിച്ച് ഉത്തമമായ നിശബ്ദമായ പൂർണ്ണമായ മോക്ഷത്തിലെത്തിക്കാൻ കഴിവുള്ള രൂപത്തോടു കൂടിയവനും നൗ 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 എന്ന് മുഴങ്ങുന്നവനും നാമരൂപാത്മക ജഗദഖിലം നാമവും രൂപമായി വേർതിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനുമായി തീർന്നിരിക്കുന്നവനുമായ ബാഹുലേയം ഭാവയെ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം നം നം എന്ന് മുഴങ്ങുന്ന ജ്ഞാനസ്വരൂപിയും നന്ദികേശനോടും ശ്രേഷ്ഠരായ സർപ്പങ്ങളോടും കൂടി നിർവിഘ്നം നടത്തിപ്പോരുന്ന കർമ്മ സമൂഹത്തോടു കൂടിയവനും നിം നിം എന്ന് മുഴങ്ങുന്നവനും ശിവന്റെ പ്രിയപുത്രനും ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്തവനും ആഗ്രഹമൊന്നും ഇല്ലാത്തവനും നും നും എന്ന് മുഴങ്ങുന്നവനും ഭക്തഹൃദയത്തെ പ്രേരിപ്പിച്ച് ഉത്തമമായ നിശബ്ദമായ പൂർണ്ണമായ മോക്ഷത്തിലെത്തിക്കാൻ കഴിവുള്ള രൂപത്തോടു കൂടിയവനും നൗ നൗ എന്ന് മുഴങ്ങുന്നവനും നാമവും രൂപവുമായി വേർതിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനുമായി തീർന്നിരിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. ശ്ലോകം 7. ഭം ഭം ഭം
ഭാഗധേയം ഭഗവദനുചര പ്രാഞ്ജലി സ്തോത്രപൂരം ഭിം 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 ഭീമനാദാന്തകമദനഹരം ഭീഷിതാരാദിവർഗം ഭൂം 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 ഭൂതിഭൂഷാർച്ചിതമമിത സമസ്താർത്ഥശാസ്ത്രാന്തരംഗം ഭൗം ഭൗം ഭൗ ഭൗമമുഖ്യം ഗ്രഹണനപടും ഭാവയേ ബാഹുലേയം. ഈ പദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം: ഭം 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 എന്ന് മുഴങ്ങുന്നവനും, ഭാഗധേയം ഭക്തജനങ്ങളുടെ ഭാഗ്യമായി വിളങ്ങുന്നവനും, ഭഗവത് അനുചര പ്രാഞ്ജലി സ്തോത്രപൂരം ഭഗവാന്റെ അനുചരന്മാർ കൈകൂപ്പി സ്തുതിക്കുന്ന സ്തോത്രങ്ങളോട് കൂടിയവനും, ഭീം 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 എന്ന് മുഴങ്ങുന്നവനും, ഭീമനാഥാന്തക മദനഹരം ഭയങ്കരമായി അലറിയടുത്ത അന്തകനെയും കാമനെയും നശിപ്പിച്ചവനും, ഭീഷിതാരാദിവർഗം ശത്രു സമൂഹത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്നവനും, ഭൂം 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 എന്ന് മുഴങ്ങുന്നവനും, ഭൂതിഭൂഷാർച്ചിതം ഭസ്മം കൊണ്ടും ആഭൂഷണങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെടുന്നവനും, അമിത സമസ്താർത്ഥ ശാസ്ത്രാംഗരംഗം അളവില്ലാത്ത സമസ്ത കാര്യങ്ങളും അടങ്ങുന്ന ശാസ്ത്രങ്ങൾ കൃതിസ്ഥമാക്കിയിട്ടുള്ളവനും, ഭൗ 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 എന്ന് മുഴങ്ങുന്നവനും, ഭൗമമുഖ്യം ഭൂമിയിലെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ടവനും, ഗ്രഹണനപടും ജ്യോതിശാസ്ത്ര വിദഗ്ധനുമായ ബാഹുലേയം സുബ്രഹ്മണ്യനെ ഭാവയെ ഞാൻ ഭാവന ചെയ്യുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം: ഭം ഭം എന്ന് മുഴങ്ങുന്നവനും, ഭക്തജനങ്ങളുടെ ഭാഗ്യമായി വിളങ്ങുന്നവനും, ഭഗവാന്റെ അനുചരന്മാർ കൈകൂപ്പി സ്തുതിക്കുന്ന സ്തോത്രങ്ങളോട് കൂടിയവനും, ഭീം ഭീം എന്ന് മുഴങ്ങുന്നവനും, ഭയങ്കരമായി അലറിയടുത്ത അന്തകനെയും കാമനെയും നശിപ്പിച്ചവനും, ശത്രു സമൂഹത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്നവനും, ഭൂം ഭൂം എന്ന് മുഴങ്ങുന്നവനും, ഭസ്മം കൊണ്ടും ആഭൂഷണങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടവനും, അളവില്ലാത്ത സമസ്ത കാര്യങ്ങളും അടങ്ങുന്ന ശാസ്ത്രങ്ങൾ കൃതിസ്ഥമാക്കിയിട്ടുള്ളവനും, ഭൗ ഭൗ എന്ന് മുഴങ്ങുന്നവനും, ഭൂമിയിലെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ടവനും, ജ്യോതിശാസ്ത്ര വിദഗ്ധനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. ശ്ലോകം 8. വം 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 വാഹിനീശം വലരി പുനിലയ സ്തോത്ര സമ്പത് സമൂഹം വിം 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 വീരബാഹു പ്രഭൃതി സഹചരം വിഘ്നരാജാനുജാതം വും 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 ഭൂതനാദം ഭുവന നിലയനം ഭൂരി കല്യാണശീലം വൗ 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 ഫാദിദാരി പ്രതിഭയമനിഷം ഭാവയേ ബാഹുലേയം. ഈ പദ്യത്തിലെ വാക്കുകളുടെ അർത്ഥം: വം 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 എന്ന് മുഴങ്ങുന്നവനും, വാഹിനീശം ഗംഗാപതിയും, വലരി പുനിലയ സ്തോത്ര സമ്പത് സമൂഹം ദേവലോകത്ത് നിന്നുമുള്ള സ്തോത്ര സമ്പത്തിൻ്റെ കൂട്ടത്തോട് കൂടിയവനും, വിം 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 എന്ന് മുഴങ്ങുന്നവനും, വീരബാഹു പ്രഭൃതി സഹചരം വീരബാഹു തുടങ്ങിയ അനുയായികളോട് കൂടിയവനും, വിഘ്നരാജാനുജാതം ഗണപതിയുടെ അനുജനായി പിറന്നവനും, വം വം വം
വും വും എന്നു മുഴങ്ങുന്നവനും ഭൂതനാഥം ജീവികളുടെ രക്ഷിതാവായുള്ളവനും ഭുവന നിലയനം ലോകം മുഴുവൻ ഇടതിങ്ങി വസിക്കുന്നവനും ഭൂരി കല്യാണശീലം അത്യധികം മംഗളസ്വരൂപനും വൗ 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 എന്നു മുഴങ്ങുന്നവനും ഫാതിധാരി പ്രതിഭയം മുൻപിലെത്തുന്ന ശത്രുക്കൾക്കെല്ലാം ഭയത്തെ ജനിപ്പിക്കുന്നതിനുമായ ബാഹുലേയം ഭാവേ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. ഈ പദ്യത്തിൻ്റെ ഉള്ളടക്കം: വം വം എന്നു മുഴങ്ങുന്നവനും ഗംഗാപതിയും ദേവലോകത്തു നിന്നുള്ള സ്വോത്രസമ്പത്തിൻ്റെ കൂട്ടത്തോട് കൂടിയവനും വിം വിം എന്നു മുഴങ്ങുന്നവനും വീരബാഹു തുടങ്ങിയ അനുയായികളോട് കൂടിയവനും ഗണപതിയുടെ അനുജനായി പിറന്നവനും വും വും എന്നു മുഴങ്ങുന്നവനും ജീവികളുടെ രക്ഷിതാവായുള്ളവനും ലോകം മുഴുവൻ ഇടതിങ്ങി വസിക്കുന്നവനും അത്യധികം മംഗളസ്വരൂപനും വം വം എന്നു മുഴങ്ങുന്നവനും മുൻപിലെത്തുന്ന ശത്രുക്കൾക്കെല്ലാം ഭയത്തെ ജനിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു. മന്ത്രസദൃശ്യമായ ഈ സ്തോത്രം രചിച്ചനുഗ്രഹിച്ച ഗുരുദേവനെ നമുക്ക് കൈകൂപ്പി കുമ്പിടാം. ഇതുവരെ ഈ കൃതി ഗ്രഹിക്കാൻ ശ്രമിച്ച ഏവരെയും ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സമാപ്തം.